കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിരന്തരമായി തൃശ്ശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനം എടുത്ത സാഹചര്യത്തിലാണ് ഞാനിന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ തീരുമാനിച്ചത്. തൃശ്ശൂർ പൂരം കലക്കിയതിനാലാണ് ശ്രീ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാമർശം BJPയോടുള്ള അവഹേളനമല്ല, മറിച്ച് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ അവഹേളനമാണ്. ഇത് UDFൻ്റെ നിലപാടാണ്. കാരണം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, VD സതീശൻ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് UDFൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയം, ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇതേ തരത്തിലുള്ള പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ തൃശ്ശൂരിൽ മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ച ആൾ പരാജയപ്പെട്ടതും, സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത സുനിൽകുമാർ തൃശ്ശൂരിൽ പരാജയപ്പെട്ടതുമൊക്കെ ഇതൊക്കെ BJPക്കാരും തൃശ്ശൂരിലെ ജനങ്ങളും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDFും VD സതീശനും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങളൊന്ന് മാധ്യമപ്രവർത്തകരിലൂടെ ജനങ്ങളെയും അതോടൊപ്പം സതീശനെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സതീശന് മറവി രോഗമില്ലെങ്കിൽ സതീശൻ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 1275 ബൂത്തുകളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ 620 സ്ഥലത്തെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് സ്ഥാനാർത്ഥി തന്നെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 620 സ്ഥലങ്ങളിലെ ആളുകളൊക്കെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ മാത്രം, കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു, തൃശ്ശൂരിൽ മാത്രം സിറ്റിംഗ് MPക്ക് ടിക്കറ്റ് കൊടുത്തില്ല? അതിൻ്റെ കാരണം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ്, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് മാത്രം കൊടുക്കാതിരുന്നത്. ബാക്കി എല്ലാവർക്കും കൊടുക്കുകയും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം അതായിരിക്കുമെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഫലപ്രഖ്യാപനത്തിന് ശേഷം TN പ്രതാപനെതിരായും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിനെതിരായും ഒക്കെ പ്രവർത്തകർ തന്നെ പരസ്യമായിട്ട് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് രംഗത്ത് വന്നു. അനിൽ അക്കരെയും MP വിൻസെൻറ്റിനെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചു. K മുരളീധരൻ തന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരാതിരുന്നത് ബോധപൂർവമാണ് എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ആരാണ് നേതാക്കളെ അയക്കാതിരുന്നത്? തീരുമാനമെടുത്തത് സതീശനല്ലേ, അല്ലെങ്കിൽ K സുധാകരനല്ലേ? അപ്പോൾ വാസ്തവത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, K മുരളീധരൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. കാരണം
അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. കെ മുരളീധരൻ തന്നെ പറഞ്ഞു, പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞത്. അന്നൊന്നും കെ മുരളീധരൻ ഈ പൂരം കലക്കൽ എന്ന് പറയുന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലത്തൊന്നും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഉന്നയിച്ച 4-5 ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വേണം ഇപ്പോൾ സതീശൻ പുറത്തിറക്കിയിട്ടുള്ള പുതിയ സിദ്ധാന്തവുമായിട്ട് വരാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ സതീശൻ പറയുന്നത് പോലെയുള്ള വിവരക്കേട് പറയില്ല. കാരണം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രോത്സവ കലക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള, കഴിഞ്ഞ ഏതാണ്ട് 80 വർഷത്തിലേറെക്കാലമായി RSS കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 80 കൊല്ലക്കാലം RSSൻ്റെ പ്രവർത്തനത്തെ അറിയുന്ന ഒരാളും കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ കലക്കാൻ വേണ്ടിയിട്ട് RSS നേതൃത്വം നൽകി എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. സതീശൻ ഇപ്പോൾ പുതിയൊരാരോപണം, ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്, ഒന്നുകിൽ RSSനെ മനസ്സിലാക്കാൻ ഇപ്പോഴും സതീശന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പത്രത്തിൽ വന്നത് RSS ജനറൽ സെക്രട്ടറി അദ്ദേഹം താമസിച്ച പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് സന്ദർശിച്ചു എന്നാണ്. RSS നേതാക്കന്മാർ അവരുടെ യാത്രക്കിടയിൽ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ എവിടെയാണ് താമസിക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളോടുകൂടിയാണ് താമസിക്കുന്നത്, അവരുടെ ജീവിതശൈലി എന്താണ് എന്നുള്ളത് അറിയുന്ന ഒരാൾ പോലും RSS നേതാവ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയില്ല.